അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്നാണ് അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക ഗ്രീൻലാൻഡിന് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്? എന്താണ് ഗ്രീൻലാൻഡ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാനഡയുടെ വടക്ക് കിഴക്ക്, നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുടെ ഇടയിലായിട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രീൻലാൻഡിൻ്റെ 80% ആർട്ടിക് സർക്കിളിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും മഞ്ഞിൽ മൂടിയ ഒരു അവസ്ഥയിലാണ്. ജനസാന്ദ്രത തീരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. അവിടുത്തെ ആകെ ജനസംഖ്യ 56,000 അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അവരുടെ ആകെ GDP $3.3 ബില്യൺ ആണ്. ഡെൻമാർക്കിൻ്റെ ഒരു പഴയ കോളനിയായിരുന്നു ഈ ഗ്രീൻലാൻഡ്. 1979 ഡെൻമാർക്കും ഗ്രീൻലാൻഡും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഹോം റൂൾ ആക്ട് പ്രകാരവും 2009 തയ്യാറാക്കിയ സെൽഫ് റൂൾ ആക്ട് പ്രകാരവും ഡെൻമാർക്കിന് കൂടുതൽ ഓട്ടോണമി പവർ ലഭിക്കുകയുണ്ടായി. നിലവിൽ ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായിട്ടാണ് ഗ്രീൻലാൻഡിനെ അറിയപ്പെടുന്നത്. ഇന്ന് ഗ്രീൻലാൻഡിന് സ്വന്തമായിട്ട് ഒരു പാർലമെൻറ്റും അവർക്കവിടെ ഒരു സർക്കാർ സംവിധാനവുമുണ്ട്. അവിടെയുള്ള പോലീസ്, കോടതി, അവരുടെ നാച്ചുറൽ റിസോഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗ്രീൻലാൻഡുകാരാണ്. എന്നാൽ അവരുടെ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓരോ വർഷവും $64 മില്യൺ ഗ്രാൻറ്റ് ഡെൻമാർക്ക് ഗ്രീൻലാൻഡിന് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഗ്രീൻലാൻഡ് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അമേരിക്കയുടെയും റഷ്യയുടെയും ഇടയിലാണ് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അമേരിക്കയെ ലക്ഷ്യം വെച്ച് ഒരു മിസൈൽ സംവിധാനം വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഒരു മിസൈൽ ഡിറ്റക്റ്റിംഗ് റഡാർ സ്റ്റേഷൻ നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മിസൈൽ അമേരിക്കയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും 30 മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ആ മിസൈലിനെ സ്പോട്ട് ചെയ്യാനും അതിൻ്റെ ട്രജക്ടറി മനസ്സിലാക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മിസൈലിനെ തകർക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ധാരാളം സമയം അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടി അമേരിക്ക ഗ്രീൻലാൻഡിൽ ഒരു എയർ ബേസ് സ്ഥാപിക്കുകയുണ്ടായി. തുൾ എയർ ബേസ് അല്ലെങ്കിൽ പുട്വിക് സ്പേസ് ബേസ് എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട്. 1951 ഡെൻമാർക്കും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഡിഫൻസ് എഗ്രിമെൻറ്റ് തീരുമാനപ്രകാരം ആ എയർബേസ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിനെ അമേരിക്ക സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നാച്ചുറൽ റിസോഴ്സസ്. പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് 13% നാച്ചുറൽ ഗ്യാസിൻ്റെയും 30% ഓയിലിൻ്റെയും ഒരു ഉറവിടമാണ് ഈ ഗ്രീൻലാൻഡ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം ഗ്രാഫൈറ്റ് എലിമെൻസിൻ്റെയും അതുപോലെ തന്നെ റെയർ എർത്ത് മെറ്റൽസിൻ്റെയും വൻ ശേഖരം ഈ ഗ്രീൻലാൻഡിലുണ്ട് എന്നുള്ള കാര്യം യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റെയർ എർത്ത് മെറ്റൽസിൽ ചൈന കൈവരിച്ചിരിക്കുന്ന മുൻതൂക്കം ഭാവിയിൽ അമേരിക്കയ്ക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിലുപരി മറ്റൊരു കാരണം കൂടെ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുന്നതിൽ അമേരിക്ക ലക്ഷ്യം കാണുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ നാട്ടിലുള്ള ക്ലൈമറ്റുകൾ ചേഞ്ച് ആകുകയാണ്. അത് കാരണം ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലെയും ഐസുകൾ ഉരുകിപ്പോകുന്നുള്ള വാർത്തകൾ നമ്മൾ നിരവധി തവണ നമ്മുടെ വാർത്താമാധ്യമങ്ങൾ വഴി നമ്മൾ വായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതിനെ അമേരിക്ക ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ആർട്ടിക് റീജിയനിലുള്ള ഐസുകൾ ഉരുകിപ്പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സമുദ്രത്തിൽ ഗതാഗത മാർഗം സുഗമമാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അങ്ങനെ അവിടെ ഗതാഗത മാർഗം സുഗമമാക്കി കഴിഞ്ഞാൽ പുതിയ ട്രേഡ് റൂട്ട് അവിടെ കൂടെ അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കും.
അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ടോൾ ബൂത്തുകൾ അമേരിക്ക സ്ഥാപിച്ചുകൊണ്ട് ആ ട്രേഡ് റൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതാണ് അമേരിക്ക ഗ്രീൻലാൻഡ് വഴി സ്വപ്നം കാണുന്നത്. കേവലം അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി മാത്രമല്ല, അവരുടെ കയ്യിലുള്ള നാച്ചുറൽ റിസോഴ്സസ്, ഭാവിയിൽ അവിടെ ഓപ്പണാക്കാൻ പോകുന്ന ട്രേഡ് റൂട്ട്, ഇതെല്ലാം മുൻകൂട്ടി കാണുകയാണ് അമേരിക്ക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.